ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പീച്ചിങ്ങ സ്റ്റഫ്ഡ് തൊക്കാണ്. ഇതൊരു ആന്ധ്ര ഡിഷാണ്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ രുചികരമായ ഒരു ഐറ്റമാണിത്. നമുക്ക് തൊക്ക് എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് കാണാം. പീച്ചിങ്ങ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റഫ്ഡ് ചെയ്യുന്ന റെസിപ്പിയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 6 കഷ്ണമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള പാർട്സൊക്കെ എടുത്ത് കളയണം. നമ്മൾ ഇതിനുള്ളിൽ ആണ് നമ്മുടെ അരപ്പ് വയ്ക്കുന്നത്. ഇനി നമുക്ക് അരപ്പിനായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇത് വറുത്ത കപ്പലണ്ടിയാണ്. ഒരു 3 സ്പൂൺ ഉണ്ടാവും. ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങ, ജീരകം 1 സ്പൂണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ, മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത് കുറച്ച് ശർക്കരയാണ്, ഒരു ചെറിയ തുണ്ട് ശർക്കരയാണ്. നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. നന്നായിട്ട് അരയാൻ പാടില്ല, ചതച്ച് വേണം എടുക്കാൻ. അരപ്പെല്ലാം ഞാനിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് വേണം നമുക്ക് പീച്ചിങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ. കുറച്ച് അരപ്പെടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കണം. അങ്ങനെ ഒന്നൊന്നായിട്ട് നമുക്ക് അരപ്പ് കൊണ്ട് നിറയ്ക്കണം. എല്ലാത്തിലും നമ്മൾ അരപ്പ് നിറച്ച് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ചേർക്കാം. കടുകെല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതും ഇത് കുറച്ച് കറിവേപ്പിലാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ നല്ല മാറി വരണം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പീക്കങ്ങ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനൊരു 6 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർക്കണ്ട, നമുക്ക് ഈ എണ്ണയിലിരുന്ന് ഒന്നും അത് വേവണം. നമുക്ക് മൂടി വയ്ക്കാം. ചെറുതീയിൽ വേണം വയ്ക്കാൻ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ച് വിട്ട് വേവിക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം.
നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. നമ്മുടെ പീച്ചിങ് എല്ലാം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പുളിയാണ്. സ്റ്റൗ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പീച്ചിങ്ങ സ്റ്റഫ്ഡ് തൊക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ വളരെയേറെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എരിവും പുളിയും മധുരവും ഒത്തുചേർന്ന ഒരു ടേസ്റ്റാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.